ബഹുമാനരായ ദൈവമക്കളോടും വിശേഷിയാൽ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദി അലങ്കരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരോട് ചേർന്ന് നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തെ ഉയർത്താൻ ഈ പ്രദേശത്ത് ഇങ്ങനൊരു അവസരം ദൈവമായ കർത്താവ് എനിക്ക് തന്നതോർത്ത് ആദ്യം തന്നെ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ നിലവാരത്തിൽ ജനപങ്കാളിത്തം കൊണ്ടും സഭയുടെ സംയുക്തമായിരിക്കുന്ന കൂട്ടായ്മ കൊണ്ടും ആത്മസാന്നിധ്യം കൊണ്ടും ശുശ്രൂഷയുടെ പ്രവണത കൊണ്ടും 43 വർഷമായി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്രമീകരിച്ച് നടത്തി വരുന്ന ഈ അനുഗ്രഹീത കൺവെൻഷൻ, കണമല കൺവെൻഷൻ, പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇൻ ഇന്ത്യ ചർച്ചസിൻ്റെ സംയുക്തമായിരിക്കുന്ന ആത്മീക സംഗമത്തിൽ ഈ അവസാന രാത്രി എന്നെ കൂടി സഹകരിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ചതിന് ഈ അനുഗ്രഹീത സഭയുടെ ഈ സമൂഹത്തിൻ്റെ മുൻനിര പ്രവർത്തകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, വിശിഷ്യാൽ ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ MB ജോൺ അവറുകൾ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജിജോ മോൻ അവറുകൾ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൃതജ്ഞതയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ അനുഗ്രഹിക്കപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ KV അച്ചൻകുഞ്ഞ് തീരുമാനിക്കുകയാണ്, കുറ്റം ചെയ്ത് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മലീമസപ്പെട്ട ദൈവവുമായിട്ട് അകന്നു നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ തികച്ചും സൗജന്യമായി നീതീകരിച്ച് വഴിപാടുകളോ യാഗങ്ങളോ ഇടനിലക്കാരുമില്ലാതെ ദൈവത്തോട് നേരിട്ട് ഇടപെടാനുള്ളൊരു മാർഗം അതുണ്ടാക്കിയത് ഒരു സമുദായമല്ല, ഒരു മതമല്ല, സാക്ഷാൽ സർവേശ്വരനായ ദൈവം തന്നെയാണ്. ഇന്ന് രാത്രി ഞാനത് പറയാതെ പോയാൽ എൻ്റെ ഭാഗത്ത് കുറ്റം കിടക്കും. കാരണം സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടൻ്റാണ് ഞാനീ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിതിവിടെ വന്ന് ഞങ്ങളുടെ ഈ പന്തൽ കെട്ടിയിട്ടത് പറയാതെ പോയാൽ ശ്രോത്ര അതൊരു പോരായ്മയായിരിക്കും. നിങ്ങൾ അറിയണം, ഈ നാട്ടിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ, പന്തലിന് കീഴേ അകത്തും പുറത്തും ദൂരത്തൊക്കെ കേൾക്കുന്ന ആളുകൾ അറിയണം, ശ്രോത്രം അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച മഹാദൈവം മനുഷ്യൻ പെടാപ്പാട് പെടുന്നത് കണ്ടിട്ട് ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ മനുഷ്യന് സമാധാനത്തിനുള്ളൊരു വഴി ദൈവം തന്നെ ഒരുക്കിയിട്ടു. അത് ദൈവം ചെയ്തത് ചുമ്മാ സ്തോത്രം. സ്കൂളിൽ വരാത്ത പിള്ളേർക്ക് ടീച്ചർ ഹാജർ കൊടുക്കത്തില്ല. സ്തോത്രം. ഇനി അഥവാ കൊടുക്കുന്നത് പോലെ വെറുതെ അങ്ങ് അറ്റൻഡൻസ് എടുക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ പോട്ടെ എന്ന് വെച്ച് അങ്ങനെ തള്ളിക്കളയല്ല. പിന്നെ എന്താ ചെയ്തത്? സ്തോത്രം. ദൈവമായ കർത്താവ് നീതിമാനായിരിക്കയാൽ ഒരാളെ പോലും ദൈവം അങ്ങനെ മുഖപക്ഷം കാണിച്ചൊന്ന് വരാതിരിക്കാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ ചങ്കിലെ മുഴുവൻ ചോര ഇവിടെ ഊറ്റി ഒഴിച്ച് ആ രക്തം മറുവിലയായി കൊടുത്തു. എന്നിട്ടാണ് അത് വിശ്വസിക്കുന്ന ആർക്കും ഇനി ദൈവത്തോടടുക്കാൻ യാതൊരു സ്തോത്രം എന്താ പറയുക, ഈ പറയപ്പെട്ട യാതൊരു വിധ കാഴ്ചകളുമില്ലാതെ ഇടനിലക്കാരില്ലാതെ ദൈവത്തോടടുക്കാനുള്ള സൗജന്യ വഴി തുറന്നു. അതിന്ന് രാത്രി കണമലക്കാരറിയാതെ പോകരുത്. സ്തോത്രം. ഇവിടെ റിസർവ് ബാങ്ക് 500 ഒരു നോട്ട് അടിക്കുമ്പോൾ പൊതുവിൽ പറഞ്ഞു വരുന്നത് 500 ഒരു നോട്ട് പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ വെറും കടലാസും അച്ചടി മഷിയും കൊണ്ട് അടിച്ചെങ്കിൽ വിടുകയല്ല. അത് 500 രൂപയുടെ മൂല്യം ഉണ്ടാകാൻ കാരണം 500 രൂപയ്ക്ക് തത്തുല്യമായിരിക്കുന്ന സ്വർണം, സ്തോത്രം, ഈ കറൻസി പുറത്തേക്ക് വിടുമ്പോൾ അവിടെ കെട്ടിവെക്കും. ആ മൂല്യം അവിടെ കെട്ടിവെച്ചിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ 500 രൂപ കൊടുക്കുമ്പോൾ നാളെ രാവിലെ സ്തോത്രം മാർക്കറ്റിൽ ചെന്ന് കാശ് കൊടുക്കുമ്പോൾ അതിന് മൂല്യമുണ്ടാകാൻ കാരണം ഒരു കടലാസ് ആയതുകൊണ്ടല്ല, അതിൻ്റെ മൂല്യം അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേശു സ്തോത്ര കാൽവരിയിലെ തെരുവിൽ, യെരുശലേമിന്റെ തെരുവിൽ സ്തോത്ര വീണ് തകർന്ന ചങ്കിലെ അവസാന തുള്ളി ചോര വരെയും ഈ താണ ഭൂമിയിൽ ഊറ്റി ഒഴിക്കപ്പെട്ട് ആ രക്തം സ്വർഗസ്ഥനായ ദൈവം മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്തോത്ര അതിന്റെ മറുവിലയായി കെട്ടിവെച്ചു. ഇനി അത് വിശ്വസിക്കുന്നവന് ആ മൂല്യം ബാധകമാണ്. രാത്രി അത് വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി ദൈവം അതൊരു വിലയേറിയതായിട്ട് കരുതും. സ്തോത്രം. ഹല്ലേലൂയ. നാം മൂല്യമുള്ളവരായി മാറുന്നത് എന്തുകൊണ്ടാ? സ്തോത്രം. നമുക്ക് വേണ്ടി എന്ത് മുടക്കി എന്നുള്ളത് കൊണ്ടാ.
ഇൻഷുറൻസ് കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വത്രം അറിയാം. ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാളാണെങ്കിൽ ഒരു വാഹന അപകടത്തിൽ ഒരു വണ്ടി ചെന്ന ഒരാളെ ഇടിച്ചു, സ്വത്രം ഇടിച്ചു കഴിയുമ്പോൾ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണ്. ആ ബന്ധത്തിലുള്ള ആളുകൾക്കറിയാം. അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ കോടതിയിൽ അത് വാദമായി വരുമ്പോൾ ഇങ്ങനെയാണ്: 1, ആ ഇടിയേറ്റ മനുഷ്യൻ്റെ പ്രായം; 2, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം; 3, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ; 4, അദ്ദേഹത്തിന് ഭാവിയിൽ ചെയ്യാനിരുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് കാശ് കണക്കാക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 90 വയസ്സുള്ള ഒരാളെ ഇടിച്ചാലും ഇൻഷുറൻസ് കിട്ടും. പക്ഷേ ഒരു മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം. സ്തോത്രം, 15 വർഷം. ഞാൻ ഈ വാക്യത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. എന്നാൽ അതിനേക്കാൾ മുമ്പ് ഈ വാക്യം പറയാൻ, അഥവാ ഇങ്ങനെ ഒരു പശ്ചാത്തലം പറയാനുള്ള കാരണം, സ്തോത്രം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരാതന കാലം മുതൽ നിലവിലിരുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് സ്തോത്രം ബഡ് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ ബഡ് റബ്ബർ, ബഡ് മാവ് ഒക്കെ നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്തൊരു ഫെമിലിയറാണ്. പണ്ടൊക്കെ നമ്മളൊരു പ്ലാവ് നട്ടാൽ അത് മുളച്ച് പാകപ്പെട്ട് ചക്ക ഉണ്ടാകണമെങ്കിൽ ഒരായുസ് മുഴുവൻ കാത്തിരിക്കണം. 10 വയസ്സിൽ പ്ലാവ് നട്ടാൽ ഒരു പക്ഷേ ഒരു 50-ആം വയസ്സിലൊക്കെ നല്ല ചക്ക തിന്നാൻ പറ്റുള്ളൂ. അതുപോലെ അത് വളർന്നു വരുമ്പോഴത്തേക്ക്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പോകുന്ന വഴിക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് 6 മാസം കൊണ്ട് കായ്ക്കുന്നതും 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതും. നല്ല സൂപ്പറാ സാധനം. ഞാൻ പ്ലാവ് വയ്ക്കാൻ വന്നവനല്ല, സ്വത്രം, എങ്കിലും ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി നമുക്ക് കാണുന്ന കാര്യത്തിൽ നിന്ന് പറഞ്ഞു വന്നതാണ്. അപ്പം ഇപ്പോഴത്തെ രീതിയൊക്കെ അങ്ങനെയാണ്. ഇത് പൗലോസിൻ്റെ കാലം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, അന്നത്തെ കാലം മുതൽ ഈ പ്രവണത ഉണ്ടായിരുന്നു, ഈ സിസ്റ്റം ഉണ്ടായിരുന്നു. സ്തോത്രം, അതിൻ്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ സ്തോത്രം, ഏറ്റവും ഇത് അന്നത്തെ രീതിയിൽ എഴുതിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല രീതി എന്ന് പറയുന്നത് ഒരു നല്ല സ്തോത്രം, ഒരു ചെടിയിലേക്ക് അതിനേക്കാൾ പെട്ടെന്ന് കായ്ക്കുന്ന ചിലരുടെ മുഴുത്ത ഫലമുള്ളത് ഒട്ടിച്ച് ചേർത്ത് ബഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് പലർക്കും അറിയാം. കൃഷി സമ്പ്രദായം ഒത്തിരിയുള്ള ഒരു മലയോര പ്രദേശമാണല്ലോ ഈ നാടൊക്കെ. അപ്പം നിങ്ങൾക്ക് പലർക്കും ആ കാര്യം അറിയാം. അപ്പം അതിവിടെ ബൈബിളിൽ ചേർത്തിരിക്കുന്നത് സ്തോത്രം എന്തിനെന്ന് ചോദിച്ചാൽ, പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖനം എഴുതി വരുമ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോയി. ആശ്ചര്യപ്പെടാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക്, എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാത്ത, എത്ര ദൈവദാസന്മാർ ആലോചന പറഞ്ഞിട്ടും തെളിഞ്ഞു വരാത്ത ചില വിഷയങ്ങളുടെ മറ ഇന്ന് രാത്രി 9:15 പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് കീറുമെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ, ദൈവവചനത്തെ, ദൈവിക ശുശ്രൂഷയെ അക്കമഴിഞ്ഞ് വിശ്വസിക്കുന്നവർ ഈ കസേരയിൽ നിർവിചാരികളായി ഇരിക്കരുത്, കാഴ്ചക്കാരായി ഇരിക്കരുത്. നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളുടെ ദൈവദാസന്മാർ ആത്മ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണോ പ്രതികരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ പ്രതികരിച്ച് ദൈവസന്നിധിയിൽ ആത്മാവിൽ പറയണം: ഈ രാത്രി മറ കീറുന്ന രാത്രിയാകണം. സ്വർഗം പറഞ്ഞതിന് വിരുദ്ധമായി നടക്കുന്നുണ്ടോ? നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മറയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്ത് ഇങ്ങനെയാ പറയുന്നത്: സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ പറഞ്ഞത്. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിളി കേട്ട് കൃപയ്ക്കകത്ത് വന്നിട്ടും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു മറയുണ്ട്. അത് ഈ രാത്രി കീറി കിട്ടിയാൽ നിന്റെ കുടുംബം സ്വർഗമായി മാറും. ഇന്ന് രാത്രി അത് സംഭവിക്കണം. ഇന്ന് രാത്രി അത് സംഭവിക്കണം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് അവകാശമായി തരാമെന്ന ദൈവം പറഞ്ഞത്. ദൈവം ഒരിക്കലും ഭോഷ്ക് പറയില്ല. നമ്മൾ മുഴങ്കാലുമേ നിന്ന് ചോദിച്ചിട്ടും ദൈവം അനുവദിച്ചിട്ടും നിന്റെ കയ്യിൽ അത് കിട്ടാതിരിക്കുന്നെങ്കിൽ അതിന്റെ പുറകിലൊരു മറയുണ്ട്. ഇന്ന് രാത്രി മറ കീറി കിട്ടിയാൽ നിന്റെ 5 കൊല്ലത്തെ പ്രാർത്ഥനയുടെ മറുപടി കുടിശ്ശിക തീർത്ത് സ്വർഗം നിന്റെ വീട്ടിലെത്തിക്കുന്ന രാത്രിയായി സ്വർഗം മാറ്റാൻ പോകുക.
വിശ്വസിക്ക്, വാഗ്ദത്തം കയ്യിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് ഒട്ടും കുറവില്ല. നിന്റെ ഭാഗത്ത് മനസ്സാക്ഷി വഞ്ചിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. എന്നിട്ടും എന്തേ എന്റെ കുടുംബത്തിന് ഇങ്ങനെയെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഇന്ന് ആ ചോദ്യത്തിന്റെ അവസാന രാത്രിയാക്കണം. അതിന് ദൈവമക്കൾ എരിവോടിരിക്കണം. ആ രാത്രി ഇന്ന് രാത്രിയാകണം. പിശാചിനെ പേടിക്കരുത്. സ്വർഗീയ തീ ഇറങ്ങണം. ദൈവനാമ മഹത്വം വെളിപ്പെടണം. അസ്ത്രരാകരുത്. ആത്മാവിൽ ജ്വലിക്കണം. എങ്ങനെ പരസ്യ സ്ഥലമാണെന്നറിയാം, കൺവെൻഷൻ ആണെന്നറിയാം, ഇതൊക്കെ എനിക്കറിയാം. ഉപവാസ പ്രാർത്ഥന അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഇന്ന് ജനത്തിന്റെ മറകീറി ഞാൻ വിടും. വിശ്വസിക്കാൻ മനസ്സുള്ളവൻ അനുഭവിക്കുന്ന വ്യഥകളുടെ പുറകിൽ പിശാചും ലോകവും അന്ധകാര മതങ്ങളും കൂടി കെട്ടിവെച്ച മറകീറി ചിലരെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഉടരം ധരകം ശമനഘടകസ്യാര. യേശുവിന്റെ നാമത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു കാലത്തും തല ഉയർത്താതെ ഇത് കള്ളന്മാരുടെ സംഘമാണെന്ന് പ്രചരിപ്പിക്കാൻ പിശാചും കൂട്ടരും ആവോളം പരിശ്രമിക്കുമ്പോൾ, അല്ല, ഇവരുടെ നടുവിൽ ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വർഷമായി 2025 അതിനൊരു വാശി ഉണ്ടാകണം ദൈവമക്കളെ. മരവെച്ചിരുന്നു കൊടുക്കരുത്, തല കുനിച്ചു കൊടുക്കരുത്. എന്റെ ദൈവം എന്നോട് പറഞ്ഞത് സത്യമാണ്. അതെനിക്ക് അനുഭവിച്ചിട്ട് വേണം മരിക്കാൻ, അതെനിക്ക് കണ്ടിട്ട് വേണം മരിക്കാൻ. അത് സംഭവിക്കണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ജരാനരകൾ ബാധിച്ച് തലമുടി നരച്ച് ശരീരത്തിനകത്ത് വ്യഥയുമായിട്ടായിരിക്കുന്നതെങ്കിലും ഈ രാത്രി രോഗം ഒരു മറയായി വന്നിട്ടുണ്ട്. ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങൾ ഒരു മറയായി വന്നിട്ടുണ്ടെങ്കിൽ ആ മറ ദൈവം കീറട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കൾ ഇത് സ്വീകരിക്കുക. ഈ ദേശത്തിന്റെ ചുറ്റുവട്ടം മുഴുവൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ സമയം മുതൽ ദൈവദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി പാളയമിറങ്ങട്ടെ, പാളയമിറങ്ങട്ടെ. സ്വർഗീയ സൈന്യം ഇവിടെ ഇറങ്ങി വരട്ടെ. ഞങ്ങളെ തനിച്ചാക്കാത്ത സ്വർഗീയ സൈന്യം ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ദാനിയേൽ ഒരു നദീതീരത്ത് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ പുത്രൻ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ പാർസി ദേശത്തിന്റെ പ്രഭുവിനെ ഞാൻ മീഖായേലിനെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുക. നിന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം എനിക്ക് അവനോട് യുദ്ധം ചെയ്യാൻ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നമുക്കാരോട് യുദ്ധമില്ല, പക്ഷേ ദൈവത്തിന് യുദ്ധമുണ്ട്. പുറകിലറ്റത്തിരിക്കുന്നവർ വരെ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ശുഭരാത്രി ആയിരിക്കും. അല്ലാത്തവർ ഇനി ഒരുപാട് കൺവെൻഷൻ കൂടേണ്ടവർ ഇതുപോലെ. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വസിച്ച കർത്താവ് എന്നോട് പറയുന്നു, നദീതീരത്ത് പ്രാർത്ഥിച്ചിരുന്നവനെ, അവന്റെ നന്മകളെ തടഞ്ഞ പാർസി ദേശ പ്രഭുവിനെ ഹല്ലേലൂയ മീഖായേലിനെ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, അതുപോലത്തെ ഒരു രാത്രിയാകാൻ ദൈവം പ്ലാൻ ചെയ്യുന്നു. സഭ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ദൈവത്തിന്റെ ചോദ്യം. കർത്താവ് അത് ചെയ്യട്ടെ. പരിശുദ്ധ പിതാവേ, അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, മറ കീറുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ഫെബ്രുവരി മാസം മുഴുവൻ ഇത്രയും ദൈവമക്കളെ ഒന്നിച്ചടിയങ്ങളുടെ മുമ്പിൽ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ ഇവരുടെ നേരെ കൈനീട്ടി അനുഗ്രഹിച്ചു പറയുക. 2025 ഫെബ്രുവരി ഇവരുടെ മുമ്പിലെ ചില മറകൾ കീറും, സത്യം വെളിപ്പെടും. എല്ലാ രോഗവും രോഗമല്ല, ചിലത് രോഗാത്മബന്ധനമാണ്. അത് കീറി മാറ്റാൻ ദൈവത്തിന് കഴിയും. കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ചില വീടുകളിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. എത്ര അധ്വാനിച്ചാലും നന്മ വരില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാലും സ്വസ്ഥത വരില്ല. ആ പ്രവണതകൾക്ക് മുഴുവൻ ഫെബ്രുവരിയിൽ അവസാനമുണ്ടാകും. അതിന് ആദ്യ ദിവസം ആത്മാവിൽ പറയുന്നു, ഇതവിടെ തുടങ്ങട്ടെ കർത്താവേ. അടിയന്റെ കയ്യിൽ തന്നിരിക്കുന്ന വചനം
ഞാൻ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കാം. ഈ പ്രസംഗം ചില മറ കീറിയിട്ടേ നിർത്താവൂ കർത്താവേ. ഞാൻ അതിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും കൂടെ, ശക്തമായി സ്തുതിച്ചാട്ടെ എല്ലാവരും കൂടെ. യെസ്, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിൽ നിന്നാണ് ഈ രാത്രി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ 2 വാക്യങ്ങൾ തന്നുവിട്ടിരിക്കുന്നത് ദൈവം. റോമാലേഖനം 11-ാം അധ്യായം 17, 18 വാക്യങ്ങൾ ഉച്ചഭാഷണിൽ കൂടെ വായിച്ചു കേൾപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് വായിച്ചു കേൾപ്പിക്കും. ദയവായി എല്ലാവരും ബൈബിൾ നിവർത്തിയ വാക്യം നോക്കുമ്പോൾ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17, 18 വാക്യങ്ങൾ വായിച്ചാട്ടെ. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന് ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്ക. മതി. സ്തോത്രം. ഈ ഭാഗം ഒരാലങ്കാരികമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് വ്യാഖ്യാനിക്കണം. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായിരിക്കുന്ന കൃഷിക്കാർക്കും മീൻപിടുത്തക്കാർക്കും വയലേലകളിൽ അധ്വാനിക്കുന്നവർക്കുമൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സാധാരണക്കാരൻ്റെ അനുദിന കർത്തവ്യത്തിൻ്റെ ഭാഷയിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അത് നമ്മുടേതായ നിലവാരത്തിലേക്ക് വ്യാഖ്യാനിച്ചും പൊരുൾ തിരിച്ചും കൊണ്ടുവരികയാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ടിരിക്കുന്ന ഭാഗം ഏകദേശം 16-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള ഒരു പ്രൗഢമായിരിക്കുന്ന പശ്ചാത്തലമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ 2 വാക്യങ്ങൾ സന്ദർഭോചിതമായി വായിച്ചെന്നേ ഉള്ളൂ. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതം മാറ്റുന്ന ദൈവിക സന്ദേശത്തിലേക്കുള്ള ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്.